മഴനീർ തുള്ളികൾ എന്ന് പറഞ്ഞ പാട്ട് ചെയ്ത മഹാനാണ് ഈ നിൽക്കുന്നത് ജയൻ. അതെ, ജയൻ്റെ കരിയറിലെ ഏറ്റവും നല്ല ഒരു ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ 3 പേരും ഒരുമിച്ച ഒരു സിനിമ, അത് 16 വർഷമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ് രതീഷിന്. കുറച്ചാൾ രതീഷിനെ കാണാനില്ല. അപ്പം ഞാൻ രതീഷിൻ്റെ അടുത്ത് പറയുകയാണ്, നമ്മൾ പണ്ട് സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ ഈ പുലി പതുങ്ങുന്നത് പേടിച്ചിട്ടല്ല, അത് വളരെ വീറോടുകൂടി തിരിച്ച് ചാടി വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് രതീഷിനെ കുറച്ച് നാൾ കാണാനില്ലായിരുന്നു. ഇപ്പോൾ വളരെ ഗംഭീരമായ ഒരു സിനിമയോട് കൂടി അദ്ദേഹം വരികയാണ്. എന്തായാലും ജയനുമായിട്ട് കുറേ നാളായി വർക്ക് ചെയ്യില്ല. ഇപ്പോൾ ജയൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു, രതീഷിനോട് വർക്ക് ചെയ്യുന്നു, ജോബി സാറിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. വളരെ സന്തോഷം. രാജ്യസ്നേഹം കുറച്ച് കൂടുതലാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ എൻഐഎക്കാരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് ഇതുവരെ ചെയ്യാത്തില്ല. ഈ പടത്തിനകത്തൊരു എൻഐഎക്കാരനാണ്. ഒരു തോക്ക് തന്നാൽ ഞാൻ പലരെയും വെടിവെച്ചിടും മിക്കവാറും. അതിൻ്റെ ഒരു കുറവ് കൂടെ ഉള്ളൂ. എന്തായാലും വളരെ സന്തോഷം. ഈ സിനിമ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആവട്ടെ. എല്ലാ പ്രാർത്ഥനകളും. താങ്ക് യു. ഗോഡ് ബ്ലെസ്.